നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ഫാത്തിമ മാത LP സ്കൂളിൽ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ വിഷ്വൽ ഗാലറിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ നടത്തി. വിദ്യാർത്ഥികൾ തന്നെ കൊണ്ടുവന്ന വസ്തുക്കളാണ് പ്രദർശനത്തിനായി ഉപയോഗിച്ചത്. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുമിച്ച് നിന്നുള്ള സഹകരണം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷന് മാറ്റുകൂട്ടി. പുരാതന വസ്തുക്കൾ, കോയിൻ കളക്ഷൻ, ധാന്യങ്ങൾ, വിത്തുകൾ, ഫ്രൂട്ട്സ്, പുഷ്പങ്ങൾ, ഗണിത ഉപകരണങ്ങൾ, അറേബ്യൻ പത്ര കളക്ഷൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി ഒരു വർഷം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ എന്നിവ എക്സിബിഷന് നിറം പകർന്നു. അതോടൊപ്പം തന്നെ ലൈവായി ചെയ്ത പാത്ര നിർമ്മാണവും കുട്ടികൾക്കും പ്രദർശനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൗതുകവും അത്ഭുതവും പകർന്നു. തിരൂരിന്റെ മൺപാത്ര നിർമ്മിതാക്കളായ മിസ്റ്റർ കൃഷ്ണൻ, മിസ്റ്റർ രാജൻ എന്നിവരുടെ നേതൃത്വം ഏറെ അറിവ് പകരുന്നതായിരുന്നു. അധ്യാപികമാരായ മിസിസ് സിനി അച്യുതൻ, മിസിസ് പ്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകർ തന്നെയാണ് എല്ലാ സ്റ്റോളുകളും ഒരുക്കി ഭംഗിയാക്കിയത്. ഫാത്തിമ മാത LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വർഷമാണിത്. ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലി ഇയറാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മളൊരു ക്രാഫ്റ്റ് എക്സിബിഷൻ വെച്ചത്. നമ്മുടെ കുട്ടികൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ, ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഈ പുതിയ തലമുറയെ സംബന്ധിച്ചൊരു കൗതുകമാണ്. പക്ഷേ പഴയ തലമുറയെ സംബന്ധിച്ച് അവരുടെ ജീവിതം തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഒരുമിച്ച്, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു കളക്ഷൻ ഇന്ന് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു നല്ല പ്രദർശനമായി മാറി എന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമേ ഉള്ളൂ. On behalf of our school Golden Jubilee year, our school is conducting Visual Galleria, the art and craft exhibition and live pottery exhibition for the students here. The exhibition displays so many items which is categorized in 10 different stalls. അതിൽ ഫസ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ആൻഡ് വുഡ് വർക്ക് ആണ്. ബാംബു വർക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൂറിലേക്കിൽ നിന്നും അവരുടെ സൃഷ്ടികൾ അധികം ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തുടങ്ങുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ സയൻസ് ആണ്. പലതരം പൂക്കൾ, ധാന്യങ്ങൾ, പിന്നെ ചെടികൾ, ഔഷധ ചെടികൾ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് 3ാം സ്റ്റോൾ എന്ന് പറയുന്നത് 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആശയവിനിമയ മാർഗം, ആധുനികവും പുരാതനവും, പിന്നെ ഹോം അപ്ലയൻസസ്, അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതും, പിന്നെ അറേബ്യൻ പാത്രങ്ങൾ വരെ ഞങ്ങളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോളി ബുക്സ് ഉൾപ്പെടുത്താൻ ഞങ്ങൾ മറന്നിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു മാത്സ് കോർണർ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രകൃതിയിൽ ഗണിതം എത്രത്തോളം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൂഫാണ് ഇവിടുത്തെ ഈ സ്റ്റോൾ എന്ന് പറയുന്നത്. അതിനു പുറമെ നമ്മൾ 50th ആനിവേഴ്സറി എലോറയുടെ ഭാഗമായിട്ട് ഫ്രൂട്ട് കാർവിങ്, ദെൻ ആൻഷ്യൻറ്റ് ഗോൾഡ് ലൈക്ക് കോയിൻസ്, സ്റ്റാമ്പ്സ്, ചിപ്പികൾ കൊണ്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെയും പുരാവസ്തുക്കൾ, ആൻഷ്യൻ തിങ്സ്, കുട്ടികളുടെ പിന്നെ പേരൻസിൻ്റെ ഒക്കെ സമ്പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഒരു ഗ്രേറ്റ് സക്സസ് ആവാൻ പാരൻസിൻ്റെയും കുട്ടികളുടെയും നമ്മൾ ടീച്ചേഴ്സിൻ്റെയും എല്ലാം ഒരു സഹകരണത്തോട് കൂടിയിട്ട്
മീഡിയ ന്യൂസ് തിരൂർ.